ഈ അതായത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് റിഫ്രാക്ഷൻ എന്താണെന്നുള്ള കാര്യം എന്ന് പഠിക്കണം, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കണം. അപ്പം റിഫ്രാക്ഷന് മുമ്പ് നമുക്ക് റിഫ്ലക്ഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കുഞ്ഞു ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം മിററിൽ കാണുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിന്റെ ഒരു സ്വഭാവം കൊണ്ടാണ്, അല്ലേ? റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതെങ്കിൽ, റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ള കാര്യം ആദ്യം നമുക്ക് പഠിക്കണം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലൈറ്റ് ഇപ്പം ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റിന്റെ പാത്ത് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഡയറക്ഷന് ബെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത്തിന് ചേഞ്ച് ഉണ്ടാവും. ആ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ചിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് ഒരേ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് സെയിം ആയിരിക്കും. പക്ഷെ ലൈറ്റ് ഡിഫറെന്റ് മീഡിയത്തിലാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ലൈറ്റിന് എയറിലുള്ള സ്പീഡ് ആയിരിക്കില്ല ലൈറ്റിന് വാട്ടറിലുള്ളത്, അതായിരിക്കില്ല ലൈറ്റിന് ഗ്ലാസ്സിലുള്ളത്, അതായിരിക്കത്തില്ല ലൈറ്റിന് ഹണിയിലുള്ളത്, അതായിരിക്കത്തില്ല ലൈറ്റിന് വേറെ ഏതെങ്കിലുമൊക്കെ മീഡിയത്തിലുള്ളത്. ലൈറ്റ് പല മീഡിയത്തിലും പല സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ലൈറ്റിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആ റിഫ്രാക്ഷന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ലൈറ്റ് ഓരോ മീഡിയത്തിനും ഓരോ സ്പീഡാണ്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് സ്പീഡുള്ള മീഡിയത്തിൽ കൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ബേസിക്. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലൈറ്റ് എഴുതിക്കോ. ലൈറ്റ് ട്രാവൽസ് വിത്ത് ഡിഫറെന്റ് സ്പീഡ്. ഷെയർ ചെയ്യുന്നില്ലേ? നോക്കിക്കോളൂ. ലൈറ്റ് ട്രാവൽസ് വിത്ത് ഡിഫറെന്റ് സ്പീഡ് ഇൻ ഡിഫറെന്റ് മീഡിയം. അതായത് ഓരോ മീഡിയത്തിലും ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനകത്തൂടെയുമുള്ള ലൈറ്റിന്റെ സ്പീഡ് നമുക്ക് ഒരു മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് മീഡിയമാണ് എയർ, അതേപോലെ തന്നെ ഗ്ലാസ്, അതേപോലെ വാട്ടർ. അതിനകത്തുള്ള സ്പീഡിന്റെ അളവ് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. സ്പീഡ് ഓഫ് ഒരു ഡോട്ട് ഇടുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 into 10⁸ meter per second ആയിരിക്കും. അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ, ഇത് കാണാതെ പഠിക്കണം കേട്ടോ, ഈ വാല്യൂ കാണാണ്, ഈസ് 2.25 into 10⁸ meter per second ആയിരിക്കും. ഇനിയും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത് ഈസ് 2 into 10⁸ meter per second ആയിരിക്കും. ഇത് മൂന്നും കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഒന്ന് നമുക്ക് ആവശ്യമുള്ളതാണ് ന്യൂമറിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓരോ മീഡിയത്തിൽ കൂടെ ലൈറ്റ് പോകുമ്പോഴും ഓരോ സ്പീഡിലായിരിക്കും ലൈറ്റ് പോകുന്നുണ്ടാകുക. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ജനറലി നമുക്ക് ഈ മീഡിയങ്ങളെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് റെയറർ മീഡിയം, ഒപ്റ്റിക്കലി റെയറർ മീഡിയം, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അതായത് നമുക്ക് റെയറർ മീഡിയം എന്നൊരു ഹെഡിങ് കൊടുക്കാം. റെയറർ അല്ല, അതിനു മുമ്പ് ജനറലി there are two types of medium. Two types of medium. Generally there are two types of medium. ഒന്ന് എന്ന് പറയുന്നത് റെയറർ മീഡിയവും രണ്ട് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവുമായിരിക്കും. ഓക്കെ, റെയറർ മീഡിയം എന്ന് പറയുന്നത്, എന്നിട്ട് നമുക്കറിയാം റെയറർ മീഡിയം ഒന്ന് സബായിട്ട് എടുത്ത് എഴുതുക. റെയറർ മീഡിയം
medium. Medium in which, medium in which light travels with great speed, with more speed. ഇതൊന്നും പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് travels at a slower speed. അതായത് ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ ലൈറ്റ് പെതുക്കെ ട്രാവൽ ചെയ്യുന്ന മീഡിയവും റെയറർ മീഡിയം എന്ന് പറയുമ്പോൾ ലൈറ്റ് നല്ല സ്പീഡിൽ, അതായത് ഗ്രേറ്റർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയമാണ് റെയറർ മീഡിയം. നമുക്ക് ഒരിക്കലും ഇന്നതെല്ലാം റെയറർ മീഡിയം ഇന്നതെല്ലാം ഡെൻസർ മീഡിയം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ട് മീഡിയം കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം ഡെൻസറും ഒരെണ്ണം റെയറും ആയിരിക്കും. ഇപ്പം എയറും വാട്ടറും എടുത്തു കഴിഞ്ഞാൽ എയർ റെയറും വാട്ടർ ഡെൻസറും ആയിരിക്കും. ഇനിയും വാട്ടറും ഗ്ലാസും കൂടെ എടുക്കുന്നെങ്കിൽ വാട്ടർ റെയർ ആയിട്ട് മാറും, ഗ്ലാസ് ഡെൻസർ ആയിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറർ മീഡിയത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹർത്താൽ സമയത്തെ റോഡ് ശരിക്കും റെയറർ മീഡിയത്തിന്റെ എക്സാമ്പിളാണ്. കാരണം എന്താണെന്നറിയോ? ഹർത്താൽ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സമരാനുകൂലികൾ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റോഡ് വിജനമായിരിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവല്ലയിലോ അല്ലെങ്കിൽ ഇപ്പം കോഴഞ്ചേരി ടു തിരുവല്ല, അല്ലെങ്കിൽ തിരുവല്ല ടു ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ടു ആലപ്പുഴയൊക്കെ എന്ത് ചെയ്യാം, വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ യൂഷ്വലി എടുക്കുന്നത് അരമണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. കാരണം കുറുക്ക് ചാടാൻ ആളില്ല, അതേപോലെ തന്നെ പ്രായമുള്ളവരില്ല, ഓവർടേക്ക് ചെയ്യാൻ വേറെ ആൾക്കാരില്ല, ബസ്സില്ല, KSRTC ഇല്ല, അതൊന്നും ഇല്ല, ഇല്ലേ, അടിച്ചു വിട്ടു പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് റെയർ മീഡിയം. ലൈറ്റിന് വേറെ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. നേരെ മറിച്ച് ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിൽ, അതായത് ഒരു 4 തൊട്ട് 7 മണി വരെയുള്ള റോഡ് പീക്ക് അവേഴ്സ് ആണെന്നാണ് പറയുന്നത്. ആ സമയത്ത് എന്താ, ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർ, സ്കൂൾ വാനുകൾ, അതേപോലെ തന്നെ എല്ലാ ജോലിയും ഒരു 4 തൊട്ട് 7 മണി വരെയുള്ള സമയത്താണ് കഴിയുന്നത്. അപ്പൊ ജോലിക്കാരെല്ലാം ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, വീട്ടിൽ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല റഷ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് കിട്ടും, ശരിയല്ലേ? അപ്പൊ അതൊരു ഡെൻസർ മീഡിയത്തിന് എക്സാമ്പിൾ. അതായത് ലൈറ്റ് ഇങ്ങനെയുള്ള ഒരു മീഡിയത്തിൽ കൂടെ പോകുന്ന സമയത്ത് ലൈറ്റ് വളരെ പെതുക്കെ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഹർത്താൽ ദിവസം അടിച്ചുവിട്ട് പോകുന്ന പോലെ വൈകിട്ട് 4 തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് പോകാൻ പറ്റും? ഒരിക്കലും ഇല്ല. മനസ്സിലായോ? അതാണ് റെയർ മീഡിയം ഡെൻസർ മീഡിയം തമ്മിലുള്ള വ്യത്യാസം. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിലും റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിലും ലൈറ്റിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവും. അത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ആദ്യം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കൂ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. എഴുതുക. the change in the direction of the path of light when it passes from one transparent medium. One transparent medium എന്ന് പറയുമ്പോൾ ലൈറ്റിനെ കടത്തി വിടുന്ന മീഡിയമാണ് ട്രാൻസ്പെറന്റ് മീഡിയം. when it passes from one medium to another medium എന്ന് എഴുതിയാലും മതി. one medium to another medium. is called refraction. എന്നിട്ട് എഴുതുക, ഇതൊരു സർഫസ് ഫിനോമിനോൺ ആണ്. അതായത് therefore refraction is essentially a surface phenomenon. ഇതൊരു സർഫസ് ഫിനോമിനോൺ ആണ്. സർഫസ് ഫിനോമിനോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ സർഫസിൽ നടക്കുന്ന ഒരു ഇതാണ്. സർഫസിൽ വന്ന് വീഴുമ്പോഴാണ് ഈ സംഭവം നടക്കുക. അതുകൊണ്ടാണ് അതിനെ സർഫസ് ഫിനോമിനോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം
ജനറലി നമുക്ക് ഒരു 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 കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ശരിക്കും ലൈറ്റ് ഒരു ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിൽ വന്ന് വീഴുന്ന സമയത്ത് അവിടെ ഒരു പാർഷ്യൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. പ്യുവർലി റിഫ്രാക്ഷൻ മാത്രമല്ല നടക്കുന്നത്, അവിടെ ഒരു പാർഷ്യൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. അതിനെ കൂടെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തേ പറ്റുന്നുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, when light rays travels from one medium to another, one medium to another, light actually suffers partial reflection and partial refraction. Partial reflection and partial refraction. Partial refraction. അതായത് കുറച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും, ബാക്കിയുള്ളതാണ് റിഫ്രാക്ട് ചെയ്യാനായിട്ട് അടുത്ത മീഡിയത്തിലേക്ക് വരുന്നെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, വൃത്തിക്ക് പറഞ്ഞു തരാം. ഇതിനകത്തുനിന്ന് ഈ 2 ചാപ്റ്ററിനകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ട് അത് വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, മിഷേൽ ക്ലിയർ ആണോ? മിഷേൽ, സന, ദിവ്യ, അഭിനവ്? യെസ് സർ. സാറേ, ഡെൻസർ മീഡിയത്തിന് ഡെഫിനേഷൻ അറിയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ സാർ പറയാൻ എക്സാമിന് വരത്തില്ല. ഡെൻസർ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്ലോവർ സ്പീഡ്. ഇത് എഴുതിയില്ലായിരുന്നു. എഴുതിക്കോ, എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയണേ. ഞാൻ എഴുതി കഴിഞ്ഞ് താഴോട്ട് പോവാണെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാം. യെസ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിനോമിനോൺ ഒന്ന് വരച്ച് ജസ്റ്റ് കാണിക്കാം. ഇത് ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുവാന്ന് വിചാരിച്ചു. ലൈറ്റ് റേ നമ്മൾ ഇങ്ങനെ വന്ന് വീഴുവാണ്. ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്നായിരിക്കും വിളിക്കുക. ഓക്കെ, ഇത് മീഡിയം 1 എന്ന് നിങ്ങൾക്ക് കൊടുക്കാം, ഇത് മീഡിയം 2 എന്ന് കൊടുക്കാം. ഞാൻ എന്താ ഡെൻസർ ആണോ റെയർ ആണോ എന്നൊന്നും പറയുന്നില്ല, അത് അടുത്ത ഫിഗറിനകത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ലൈറ്റ് ഈ വന്ന് വീഴുന്ന ഈ ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇൻസിഡന്റ് റേ എന്നായിരിക്കും വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വന്ന് വീഴുന്ന ഈ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും അറിയാമോ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. എന്താണ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇനി റിഫ്ലക്ഷൻ വരയ്ക്കുവാണെങ്കിലും റിഫ്രാക്ഷൻ വരയ്ക്കുവാണെങ്കിലും നമുക്ക് ഒരു ഇമാജിനറി ലൈനിന്റെ സഹായം വേണം. അതിനെ നമ്മൾ നോർമൽ എന്നാണ് പറയുന്നത്. നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്ന പോയിന്റിൽ നിന്ന് ആ വന്ന് വീഴുന്ന സർഫസ് ഏതാണ്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ എന്ന് പറയുക. അതായത് ഇങ്ങനെ ഇതാണ് കണ്ടോ, അതായത് ആ സർഫസിന് പെർപെൻഡിക്കുലർ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, വന്ന് വീഴുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടേ നോർമൽ വരയ്ക്കാവൂ. എവിടെ നിന്ന് വരയ്ക്കണം? ആ ഇൻസിഡന്റ് റേ വന്ന് വീഴുന്ന പോയിന്റിന്റെ അവിടെ നിന്ന് വരയ്ക്കണം. ആ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് വേണമെങ്കിൽ ഇങ്ങോട്ട്, അതായത് ഡാരോ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോ. അതുകൊണ്ടാണ് ഈ പോയിന്റ്, ഈ പച്ച, ഇപ്പൊ നമ്മൾ ഈ പച്ച വരച്ചിരിക്കുന്ന ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ലൈറ്റ് നമുക്കറിയാം മീഡിയം 1 നിന്ന് മീഡിയം 2 പോവാണ്. അപ്പോൾ ഒബ്വിയസ്ലി ലൈറ്റിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവും. ഒന്നെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ വരത്തില്ല. സാധാരണഗതിയിൽ നേരെയായിരുന്നു പോകേണ്ടത്, പക്ഷേ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ബെൻഡ് ചെയ്യാം, ഇങ്ങനെ ബെൻഡ് ചെയ്യാം. അത് റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണോ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകാമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം അത് ജനറൽ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ. ഇതിനെ നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും. റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും.
പക്ഷേ ആക്ച്വലി ഈ റിഫ്രാക്ഷൻ നടക്കുന്നതിന് മുമ്പ് കുറച്ച് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നറിയാമോ? ഇതേണ്ട ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഈ ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. റിഫ്ലക്റ്റഡ് റേ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് പാർഷ്യൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? ഇനിയും ഈ ഇൻസിഡന്റ് റേയുടെയും ഈ നോർമലിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നായിരിക്കും വിളിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ തന്നെ ഈ റിഫ്രാക്റ്റഡ് റേയുടെയും നോർമലിന്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് വരയ്ക്കുക. ആരോ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം. ആരോ കൊടുത്തില്ലെങ്കിൽ തെറ്റാണ്. റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ആരോ കൊടുത്തില്ലെങ്കിൽ തെറ്റാണ്, മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ പോകും ലൈറ്റ് എങ്ങനെ ബെൻഡ് ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പോകും. ഇത് വരച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. What happens if a light ray travels through? What happens if a light ray travel from rarer to denser medium, അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? അല്ല, അതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? ആൻസർ it bend towards normal. It bend towards normal. It bend towards normal. അതാണ് അതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 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 അതിന്റെ കൃത്യമായിട്ട് വരച്ച് കാണിക്കാം. നമ്മൾ ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഒരു ലൈറ്റ് റേ ഞാൻ റെഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ ലൈറ്റ് റേനെ നമ്മൾ റെഡ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ലൈറ്റ് റേ തന്നെ ഇങ്ങനെ വന്നു, അത് ഒബ്ലീക്ക് ആയിട്ട് വന്ന് വീഴുവാന്ന് പറയാമേ. ഒബ്ലീക്ക് എന്ന് പറയുമ്പം നിങ്ങൾ ഈ അടുത്തിരിക്കുന്നവരുടെ കോപ്പി അടിച്ച് എഴുതാൻ വേണ്ടി നിങ്ങൾ കണ്ണിങ്ങനെ ആക്കത്തില്ലേ? ഇപ്പൊ ടീച്ചർ അടുത്ത് വന്നിരിക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തല ഇങ്ങനെ തിരിക്കാതെ നിങ്ങൾ കണ്ണ് മാത്രം ഇങ്ങനെ നോക്കി എഴുതും ഇല്ലേ? അതാണ് ഒബ്ലീക്ക് ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞു വന്ന് വീഴുക. അത് അങ്ങനെയാണ് ഇത് വീഴുന്നത്. അപ്പം ലൈറ്റ് റേ തന്നെ ഇങ്ങനെ വന്ന് വീണു. ഓക്കെ, ഇങ്ങനെ വന്ന് വീണു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആദ്യം വരയ്ക്കേണ്ടത് എന്താ? ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇതാന്നുള്ള കാര്യം നമ്മൾ മാർക്ക് ചെയ്യണം. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈൻ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഇതൊരു റേറർ മീഡിയം ആണ്. ഇതൊരു ഡെൻസർ ആണ്. റേററിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേണ്ട ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. കണ്ടോ? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അപ്പം ഇങ്ങനെയായിരിക്കും അത് വരുന്നുണ്ടാകുക. അപ്പം ഇത് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാർഷ്യൽ ആയിട്ട് അത് ഇങ്ങോട്ടേക്ക് ഒരു ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് റേ ആണ്. ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. റിഫ്ലക്റ്റഡ് റേ ആണ്. ഇത് എന്താണ്? ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേ ആണ്.
ഇനിയും അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് if a light ray travels from denser to rarer medium. അതെന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ്, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ബെൻഡ് away from normal, away from normal. അതിനും നമ്മൾ പടം വരയ്ക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? അതിനും നമ്മൾ പടം വരയ്ക്കേണ്ടിയിരിക്കുന്നു. നോക്കിക്കോളൂ, നമ്മൾ എന്താണ് ഒരു റിഫ്രാക്റ്റഡ് റേ വരച്ചു, റിഫ്രാക്റ്റിംഗ് സർഫസ് വരച്ചു, പിന്നെ ഒരു ഇൻസിഡന്റ് റേ നമ്മൾ ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേയുടെ ഡയറക്ഷൻ കൃത്യം കാണിച്ചു, അതിന്റെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കൃത്യം മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ കൂടെ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരച്ചു, അതിനെ നോർമൽ എന്ന് വിളിച്ചു. ഇനിയും വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ, ഇത് ഡെൻസർ മീഡിയം എന്ന് മാർക്ക് ചെയ്തു, ഇത് റേറർ മീഡിയം എന്ന് മാർക്ക് ചെയ്തു. ഡെൻസർ ടു റേറർ മീഡിയം ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണ്. അങ്ങനെ ലൈറ്റ് എന്ത് ചെയ്തു? അവേ ഫ്രം ദി നോർമൽ ആയിട്ട് ബെൻഡ് ചെയ്തു. കണ്ടോ, നോർമലിന് ദൂരോട്ട്, കണ്ടോ, നോർമലിന് ദൂരോട്ടാണ് ബെൻഡ് ചെയ്തത്. കണ്ടോ, നോർമലിന് ദൂരോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്താണ്? ഇവിടെയും കുറച്ച് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പാർഷ്യൽ ആയിട്ട്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ, അതേപോലെ തന്നെ ഇത് റിഫ്രാക്റ്റഡ് റേ. ഇത് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തേത്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് നോർമൽ ടു ദ സർഫസ്. അതായത് മൂന്നാമത്തേത്, വാട്ട് ഹാപ്പൻസ് if a light ray incident normal to the surface, normal to the surface. ഓക്കെ, അപ്പം അവിടെ എന്താണ്? അത് അതിന്റെ ആൻസർ എന്താണെന്ന് അറിയാം? അതിന്റെ ആൻസർ ഇറ്റ് പാസ് അൺഡീവിയേറ്റഡ്, അതായത് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ, റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ പാസ് ചെയ്യും. അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇറ്റ് പാസ് undeviated. That is no refraction. Bending ഉണ്ടാവത്തില്ല. refraction, no bending. അപ്പം അതെങ്ങനെയാന്നുള്ള കാര്യം എന്താണ്, അതിന്റെ റീസൺ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ നടക്കാത്തത് നോർമൽ ആയിട്ട് വന്ന് വീഴുമ്പോൾ? അപ്പൊ അത് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലൈറ്റ്, ഇതാണ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഇത് ഒരു റെയർ ഡെൻസർ ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഡെൻസർ റെയർ ആണെന്ന് വിചാരിച്ചു. ഇതൊരു റെയർ മീഡിയം, ഇതൊരു ഡെൻസർ മീഡിയം. ലൈറ്റ് നോക്കിയോ, നോർമൽ ആയിട്ട് വന്ന് വീഴുവാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇൻസിഡന്റ് റേ വന്ന് വീഴുന്നത്. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ഇതിന്റെ ഇങ്ങനെ വന്ന് വീഴും. അപ്പൊ നിങ്ങൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണല്ലോ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോർമൽ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക? നമ്മുടെ മിഷേൽ എന്ന് പറഞ്ഞേ, നോർമൽ എങ്ങനെ വരയ്ക്കണം? മിഷേൽ അല്ല, നമ്മള് ഇപ്പൊ ഈ പടത്തിനകത്ത് ഇൻസിഡന്റ് റേ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വന്ന് വീഴുന്നത് ആ സർഫസിൽ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോർമൽ വരച്ചാലല്ലേ അടുത്ത റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നോർമൽ എങ്ങനെ വരയ്ക്കും? നോർമൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞത് എങ്ങനെയാ വിഷയല്ലേ? മിഷേൽ കേൾക്കാമോ? എങ്ങനെ നോർമൽ വരയ്ക്കണമെന്നാ പറഞ്ഞത്?
അറിയത്തില്ല. ദിവ്യക്ക് പറയാൻ പറ്റുമോ? Point of incidence പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് perpendicular എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്? reflecting surface. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർഫസ് എന്ന് പറഞ്ഞത് ഏതാ? ഇവിടെ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നോർമൽ എങ്ങനെ തന്നെ ആയിരിക്കും? വേണ്ട, ഈ വന്ന ഇൻസിഡന്റ് റേയുടെ മണ്ടയ്ക്കൂടെ തന്നെ ആയിരിക്കും നോർമലും വരുന്നുണ്ടാവുക. ആണോ ദിവ്യ? ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും ദിവ്യ? നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇൻസിഡന്റ് റേയുടെയും നോർമലിന്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എന്നാ പറഞ്ഞത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? കേട്ടില്ല. 0 ആയിരിക്കും. 90 ഡിഗ്രി എന്ന് പറയില്ല കേട്ടോ. സർഫസും റേയുമായിട്ട് ഇത് 90 ഡിഗ്രിയാ. പക്ഷെ നമുക്ക് എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് റേയുടെ നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാ. അപ്പൊ ഇവിടെ നോർമലും ഇതാണ്, ഇൻസിഡന്റ് റേയും ഇതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഐ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും ഇതെന്താ സംഭവിക്കുന്നത്? ഇതെന്തേ പോകത്തില്ല. ഇത് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ ഈ ലൈറ്റ് റേ എങ്ങനെയായിരിക്കും പോകുന്നത്? ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ആക്ച്വലി അവിടെ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നോർമൽ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും ദിവ്യ എന്ന് പറഞ്ഞേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ഇൻസിഡന്റ് ആംഗിൾ എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും റിഫ്ലക്റ്റഡ് ആംഗിൾ എന്നാണ് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള റിഫ്രാക്ഷനെ പറ്റിയാണെങ്കിലും ഇവിടെ അത് ജസ്റ്റ് നിങ്ങളുടെ ഇതിനകത്തൊന്ന് ആദ്യം മെൻഷൻ ചെയ്യുന്നുണ്ട് റിഫ്ലക്ഷനെ പറ്റി. അപ്പം ഇൻസിഡന്റ് ആംഗിൾ 0 ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിളും 0 ആയിരിക്കും. ഇൻസിഡന്റ് ആംഗിൾ എന്താണ്? ഇത് ശരിക്കും റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ് കേട്ടോ. ഇത് റിഫ്ലക്റ്റഡ് ആംഗിൾ അല്ല. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ലൈറ്റ് റേ ഇങ്ങനെ വന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വീണു. അപ്പം നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 0. അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് അൺഡീവിയേറ്റഡ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് കണ്ടോ, അപ്പൊ ഡീവിയേഷൻ ഒന്നും സംഭവിച്ചില്ല, മൂവ്മെന്റ് ഒന്നും ഇതൊന്നും സംഭവിച്ചില്ല. മനസ്സിലായോ? അപ്പൊ അതൊന്ന് ഓർക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. മിഷേലിന് മനസ്സിലായോ നോർമൽ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നതെന്ന്? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായി. അഭിനവിന് ഓക്കെ ആണോ? അഭിനവ്, സനക്കൊക്കെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ പടം നിങ്ങൾ വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കോസ് ഇങ്ങനെ വേണം എഴുതിക്കുക. വാട്ട് ഈസ് ദ കോസ് ഓഫ് റിഫ്രാക്ഷൻ? വാട്ട് ഈസ് ദ കോസ് ഓഫ് റിഫ്രാക്ഷൻ? കോസ് ഓഫ് റിഫ്രാക്ഷൻ. കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. എന്തുവാ? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ, അല്ല, ലൈറ്റ് പല ഡിഫറെന്റ് മീഡിയത്തിൽ ഡിഫറെന്റ് സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ബെൻഡിങ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണ് നേരത്തെ തൊട്ട് മുമ്പിൽ നോർമലി ഇൻസിഡന്റ് ചെയ്തപ്പോൾ ഡെൻസറും റെയറും തന്നെ ആയിരുന്നല്ലോ, അപ്പൊ അവിടെ സ്പീഡിന് വ്യത്യാസമില്ലേ? അത് അതിന്റെ ഒരു കേസാ. അതായത് ഡിഫറെന്റ് മീഡിയം ആണെങ്കിൽ പോലും നോർമൽ ആയിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല? റിഫ്രാക്ഷൻ നടക്കത്തില്ല. അത് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എഴുതേണ്ടത് ലൈറ്റ് ട്രാവൽസ് വിത്ത് ഡിഫറെന്റ് സ്പീഡ് in different medium, in different medium, different speed in different medium. This is the cause of refraction. This is the cause of refraction. Cause of refraction.
അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ലോ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഇപ്പൊ നമ്മൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ബെൻഡ് ചെയ്തു, അകത്തോട്ട് ബെൻഡ് ചെയ്തു, ദൂരോട്ട് ബെൻഡ് ചെയ്തു, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇതെല്ലാം ഒരു നിയമം പാലിച്ചാണ് നടക്കുന്നത്. ആ നിയമത്തിനാണ് നമ്മൾ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എഴുതിക്കോളൂ, ലോ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ലോ ഓഫ് റിഫ്രാക്ഷൻ, ലോ ഓഫ് റിഫ്രാക്ഷൻ. അതിൽ ഒന്നാമത്തേത് ദ ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, റിഫ്രാക്റ്റഡ് റേ, റിഫ്രാക്റ്റഡ് റേ, റേ ആൻഡ് നോർമൽ, ആൻഡ് നോർമൽ, നോർമൽ ലൈ, ലൈ മീൻസ് ലൈസ് എന്നാണ്, ലൈ, ലൈ ഓൺ ദ സെയിം പ്ലെയിൻ, സെയിം പ്ലെയിൻ. അതായത് ഇവരിൽ ഒറ്റ പ്ലെയിനിലായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുവാണ്. ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റിംഗ് സർഫസ് എങ്കിൽ ഇൻസിഡന്റ് റേ തന്നെ ഇങ്ങനെ വന്നു, നോർമൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്, അപ്പൊ റിഫ്രാക്റ്റഡ് റേ തന്നെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം എല്ലാം ഈ ഒരു പ്ലെയിനിലായിരിക്കും ഇരിക്കുന്നത്. അത് നിങ്ങൾ ഒരു പേപ്പറിൽ വരയ്ക്കുന്നത് എങ്ങനെയാണോ ആ പ്ലെയിൻ പേപ്പറിൽ നിങ്ങൾ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ എല്ലാം വരയ്ക്കുമ്പോൾ ഒരേ പ്ലെയിനിലാണ് നിങ്ങൾ വരയ്ക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും റിഫ്രാക്ഷൻ നടക്കുന്നത്. അല്ലാതെ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നു, റിഫ്രാക്റ്റഡ് റേ തന്നെ ഇങ്ങനെയല്ല പോകുന്നത്, അല്ലെ അങ്ങോട്ടോ അല്ലെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ, ഈ ഒരു പ്ലെയിനിൽ അതേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും എല്ലാം ഇരിക്കുന്നത്. ഓൾ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് refraction is constant. അതായത് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. നിങ്ങൾ മാത്സിൽ ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ സൈൻ ഐ എന്നാണ് അർത്ഥം, ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഇതിനകത്ത് മ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, മ്യൂ 2 1. ഇതിനർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മള് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്നുള്ള കാര്യം പറഞ്ഞിട്ട് നോക്കിയോ, ദിസ് കോൺസ്റ്റന്റ് മ്യൂ 2 1 ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, അതുകൊണ്ടാണ് ഇത് യു അല്ല കേട്ടോ, ഇത് മ്യൂ എന്നാ പറയാ. അതായത് യു നിങ്ങൾ എഴുതത്തില്ലേ, ആ യുവിന്റെ ഒരു സൈഡ് ഇങ്ങനെ വലിച്ചാൽ മതി കണ്ടോ, ഇതാണ് മ്യൂ 2 1. അതൊരു ഒരു സിമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് മ്യൂ. ചില ടെക്സ്റ്റിൽ എൻ എന്നായിരിക്കും എഴുതുക. ഓക്കെ ആണല്ലോ, എന്നും അത് തന്നെയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. ശരിക്കും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബെൻഡിങ് എബിലിറ്റി ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുന്ന പോലെ ബെൻഡ് ടുവേർഡ്സ് നോർമലാ. അതേപോലെ തന്നെ എയറിൽ നിന്ന് വേറെ ഏതെങ്കിലും മീഡിയം, ഇപ്പൊ ഹണി എന്ന് പറയുന്ന മീഡിയത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെയും എന്ത് തന്നെയാണ്, റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് പോകുന്നത്, ബെൻഡ് ടുവേർഡ്സ് നോർമലാ. പക്ഷേ വാട്ടർ ആ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്ന പോലല്ല ഹണി ആ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഗ്ലാസ് ആ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നത്. അപ്പം ഓരോ മീഡിയത്തിനും ഓരോ ബെൻഡിങ് കപ്പാസിറ്റിയാണ്. അപ്പൊ ആ ബെൻഡിങ് കേപ്പബിലിറ്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണം. അപ്പം ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഴുതിക്കോ. ഇറ്റ് ഈസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തിൽ ഇത് ഞാൻ തരുന്ന ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് ദ ബെൻഡിങ് എബിലിറ്റി ഓഫ് ലൈറ്റ് ഓഫ് എ bending ability of medium ആണ്. It is the bending ability of a medium. ഓക്കെ, അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ബെൻഡിങ് എബിലിറ്റി ഓഫ് എ മീഡിയം. അതായത് ഒരു ബെൻഡിങ് എബിലിറ്റി ഓഫ്, അതായത് ഒരു മീഡിയത്തിലോട്ട് ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ആ ലൈറ്റിനുണ്ടാകുന്ന ബെൻഡിങ്, അതായത് ആ മീഡിയത്തിന് എത്രത്തോളം ആ ലൈറ്റിനെ ബെൻഡ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം എക്സാമ്പിൾ നിങ്ങൾ റഫായിട്ട് വേണം വരച്ചു വെച്ചേക്കണം. ഇതിപ്പം എയർ ആണ് മീഡിയം, ഇത് വാട്ടർ ആണ് മീഡിയം. ഓക്കെ, ഇപ്പം ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണു, ഇത് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് റേ ആണ്. ഓക്കെ, നോർമലി നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ, ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്. അപ്പൊ റെയറിൽ നിന്ന് എയർ ഒരു റെയർ മീഡിയവും വാട്ടർ ഒരു ഡെൻസർ മീഡിയമാണ്. അപ്പൊ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ഇങ്ങനെയാണ് ലൈറ്റ് റേ പോകുന്നുണ്ടാവുക, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഞാനൊരു 45 ഡിഗ്രി കൊടുത്തെന്ന് വിചാരിച്ചു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി ആയിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഇത് കാണിക്കുകയാണ്. അതായത് ഇപ്പൊ ഇതൊരു മീഡിയമാണ്, മീഡിയത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇത് എയർ തന്നെയാണ്, ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു, ഗ്ലാസ്. അപ്പം നമ്മൾ ഇവിടെയും ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ വന്ന് വീഴുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു നോർമൽ വരയ്ക്കുന്നു. എന്നിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അവിടെ ഞാൻ 45 ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചത്. ഐ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താ റിഫ്രാക്ഷൻ സംഭവിക്കും. അതും ഈ പറഞ്ഞ പോലെ എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയം ആണ്, ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയം ആണ്. അപ്പം എയർ നിന്ന് ഗ്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ബെൻഡ് ടുവേർഡ്സ് നോർമൽ, എയറിൽ നിന്ന് ഡെൻസറിലോട്ട്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ, അതായത് ഒരിക്കലും എന്താണ് ഇപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 വന്നു, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 വന്നു. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കിയപ്പോൾ ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 20 ആയിരിക്കും വന്നത്. അപ്പൊ ഞാനൊരു റഫായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ദിവ്യ ഒന്ന് പറഞ്ഞേ. Angle of refraction. ഏതാ? Angle of refraction. ആംഗിൾ ഡിഫറൻസ് ഉണ്ടായി. അപ്പൊ എവിടെ ഏറ്റവും കൂടുതൽ ബെൻഡിങ് ഉണ്ടായത്? വന്നപ്പോഴാണോ ഗ്ലാസ്സിൽ വന്നപ്പോഴാണോ ബെൻഡിങ് കൂടിയേ? ഗ്ലാസ്സിൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ലൈറ്റ് ഇപ്പൊ ഒരേ മീഡിയത്തിൽ നിന്ന് തന്നെ പല ഡിഫറെന്റ് മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിലും ഓരോ മീഡിയത്തിനും ലൈറ്റിനെ ബെൻഡ് ചെയ്യാനുള്ള കഴിവ്
ഡിഫറന്റ് ആയിരിക്കും. ആ കഴിവിനെയാണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ഇപ്പൊ നിങ്ങളോട് ശ്രദ്ധിച്ച്, ഇവിടെയും എയറിൽ നിന്നാണ് വന്നത്, ഇവിടെയും എയറിൽ നിന്നാണ് വന്നത്. ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 കൊടുത്തു, ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 കൊടുത്തു. പക്ഷെ ഇവിടെ ബെൻഡ് ചെയ്തത് 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാക്കിയത്, ഇവിടെ ബെൻഡ് ചെയ്ത് 20 ഡിഗ്രിയിൽ. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ ബെൻഡ് ചെയ്തു. അപ്പം ഗ്ലാസിന് നമുക്ക് എന്താണ് എയറിനെ എന്താണ് വാട്ടറിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റിനെ ബെൻഡ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാവൂ. ക്ലിയർ ആണ് സർ. മിഷേൽ, സന, ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനിയും സർ രണ്ടെണ്ണം വരയ്ക്കണോ? പറഞ്ഞോ. അത് വരയ്ക്കണോ? പിന്നെ വരയ്ക്കണം, റഫായിട്ട് വരച്ചിട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. ഇവിടെ രണ്ടെണ്ണം വരയ്ക്കണം. ഇവിടെ ബെൻഡിങ് മോർ എന്ന് എഴുതുക, മോർ എന്ന് എഴുതുക. ഇവിടെ ബെൻഡിങ് ലെസ്, ബെൻഡിങ് ലെസ് എന്ന് എഴുതുക. അപ്പം എപ്പോഴും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുമ്പോൾ ലൈറ്റ് എവിടെ ഏത് മീഡിയത്തിലാണ് ഇപ്പൊ ബെൻഡിങ് നടന്നത്? ശരിക്കും ചെന്നിറങ്ങുന്ന മീഡിയത്തിലാണ് ബെൻഡിങ് നടന്നത്. അപ്പൊ ചെന്നിറങ്ങുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, അങ്ങനെയായിരിക്കും എപ്പോഴും കണ്ടുപിടിക്കുന്നുണ്ടാവുക. റിലേഷൻ ആണ്, റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് എഴുതാം, പല ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിന് ആദ്യത്തേതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അബ്സല്യൂട്ട് അല്ല, നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാം ആദ്യം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റഫായിട്ട് ഒരു പടം വരയ്ക്കുക. ഇത് മീഡിയം 1 എന്ന് കൊടുക്കുക, ഇത് മീഡിയം 2 എന്ന് കൊടുക്കുക. ലൈറ്റ് മീഡിയം 1ൽ നിന്ന് ലൈറ്റ് മീഡിയം 2ലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പം ടുവേർഡ്സ് നോർമൽ ആയിട്ട് നമ്മൾ അങ്ങ് എടുത്തു. അപ്പം ഇവിടെ നമുക്കറിയാം ലൈറ്റ് മീഡിയം 1ൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിനൊരു സ്പീഡ് ഉണ്ടാവും, അതിനെ നമ്മൾ v1 എന്ന് വിളിച്ചു. അത് മീഡിയം 2ൽ വരുമ്പം അതിന് വേറെ സ്പീഡ് ആയിരിക്കും, അതുകൊണ്ടാണല്ലോ റിഫ്രാക്ഷൻ നടക്കുന്നത്, അതിനെ v2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സ്പീഡിന്റെ ടേംസിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എഴുതാൻ പറ്റും. അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, ഇവിടെ രണ്ടാമത്തെ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് വരുന്നത്, അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ഇങ്ങനെ എഴുതണം, വിത്ത് റെസ്പെക്ട് ടു 1 ഇവിടെ. ഓക്കെ, ഈസിക്കൽ ടു നമ്മൾ എങ്ങനെയാണെന്ന് അറിയാമോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 divided by speed of light in medium 2. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ mu21 എന്ന് പറയുന്നത് v1 by v2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എപ്പോഴും അങ്ങനെ എഴുതേണ്ടത്. അതായത് നമ്മൾ v1 by v2 എന്ന് എഴുതുന്നത്. ലൈറ്റ് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ v1 by v2. ഒരിക്കലും v2 by v1 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. അതായത് മറ്റേ വെലോസിറ്റി എഴുതുമ്പോൾ ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് അതിന്റെ സ്പീഡ് ബൈ ചെന്ന മീഡിയത്തിന്റെ. ഇവിടെ എഴുതുമ്പോൾ മാത്രമേ ഉള്ളൂ എന്താ ചെന്നിറങ്ങുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് കൺസിഡർ ചെയ്യാം. അതായത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിഷേൽ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനിയും അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഒരു മീഡിയം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് എയർ ആണ്. രണ്ടാമത്തെ മീഡിയം ഏതെങ്കിലും ഒരു മീഡിയം ആയിക്കോട്ടെ. അപ്പൊ ഇതിനെ മീഡിയം 1 എന്നും ഇതിനെ മീഡിയം 2 എന്നും എടുക്കാം. അപ്പം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്ന സമയത്ത് ലൈറ്റ് വരുന്ന മീഡിയം എയർ ആയിരിക്കും, അത് ഉറപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ ലൈറ്റ് ഇങ്ങനെ എയർ ചെയ്യുന്ന വേറൊരു മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ, കാരണം എയർ ആണ് ഏറ്റവും റെയർ ആയിട്ടുള്ള മീഡിയം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കും? മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് രണ്ടാമത്തെ മീഡിയം എന്ന് പറയുമ്പോൾ ഇവിടെ മീഡിയം ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എയർ. ഇവിടെയും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എന്താണ് ഫസ്റ്റ് മീഡിയം, അതായത് ഇവിടെ V1 ഇത് V2 ആ. പക്ഷെ ഇവിടെ V1 എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം എയറിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതിനെ C എന്നാ വിളിക്കുക. ഓക്കെ, അപ്പം V1 എന്ന് എടുക്കുന്നതിന് പകരം C എന്ന് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഇത് V1 എന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് എന്തെന്ന് എടുത്താൽ മതി, V2 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, V എന്ന് എടുത്താൽ മതി. അപ്പം ഇതിന്റെ ആൻസർ ഇങ്ങനെയായിരിക്കും, C/V. Yes, sir. ഓക്കെ, ഇനിയും ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു ഇക്വേഷനും കൂടെ എഴുതിക്കോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 എന്ന് വേണമെങ്കിലും എഴുതാം. നമ്മൾ ഇതുവരെ V1/V2 വെലോസിറ്റിയുടെ ടേബിളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇത് നാലാമത്തെ, നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് നാലാമത്തെ കേസാണ്. കണ്ടോ, അത് ഇങ്ങനെ എഴുതാം, ഇതും കൂടെ എഴുതിയിട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ നിൽക്കാം. നിങ്ങൾക്കെല്ലാം എക്സാം അല്ലേ നാളെ?